എനിക്ക് കാറിന് പോയതായിരുന്നു ലഡാക്ക് പോയത്. പക്ഷെ ആ സമയത്ത് ഞങ്ങൾ എൻഡോറിനാ പോയത്. ആ ട്രിപ്പ് എന്ന് പറയുമ്പം എല്ലായിടത്തൂടെ ഓടിക്കാൻ പറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞില് എല്ലാ ക്ലൈമറ്റും മഞ്ഞിലൂടെ ഓടിച്ചു. അതുപോലെ ഇപ്പം ഡെസേർട്ട് ഏരിയ പോലെ അങ്ങനെയുള്ളടത്തൂടെ ഓടിച്ചു. എല്ലായിടത്തൂടെ ഓടിച്ചു. അപ്പൊ ഏറ്റവും പിന്നെ കൊടുങ്കാറ്റ് പോകുന്ന വഴിക്ക് പൊടിക്കാറ്റ് ചുഴലിക്കാറ്റ് അതൊക്കെ ഉണ്ടാവുമ്പോ പേടിണ്ടാവലുണ്ടോ? ഇല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എക്സ്പീരിയൻസ് അതായിരുന്നു. ആ പൊടിക്കാറ്റിന്റെ അത്ര അടിച്ചെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ ആ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ കുറെ എക്സ്പീരിയൻസ് കിട്ടി അത്രയും ദിവസം. പിന്നെ പോയതില് മേഘാലയ ഏറ്റവും ഇഷ്ടം. മേഘാലയ ക്ലൈമറ്റ് നല്ലതല്ലേ? നല്ല ക്ലൈമറ്റ് ആയിരുന്നു. മേഘാലയ ക്ലൈമറ്റ് നല്ലായിരുന്നു. അതുപോലെ റോഡെല്ലാം ഭയങ്കര ചെറുതായിരുന്നു മേഘാലയ പോലെ. അപ്പൊ നമ്മൾ എപ്പോഴും ഹൈവേ കൂടെ പോകുമ്പം പ്രത്യേകിച്ച് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. നേരെ വഴി ഇങ്ങനെ കിടക്കുന്നു, ഒറ്റ ഇതിൽ ഇങ്ങനെ അങ്ങ് പോകുന്നു. പക്ഷെ അവിടെ വഴി പോകുമ്പോ ഫുള്ള് കയറ്റവും ഇറക്കവും കുഞ്ഞു വഴിയും. പക്ഷെ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ നമ്മൾ ഈ നോർത്തിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഭയങ്കര മോഷണത്തിന്റെ ഒക്കെ ഒരു പ്രത്യേകിച്ച് നമ്മൾ എവിടെ ചെന്നാലും എന്ന് പറഞ്ഞാൽ ലോറിയെ സംബന്ധിച്ച് നമ്മൾ എവിടെ ചെന്നാലും കള്ളന്മാര് എന്ന് പറഞ്ഞാൽ വണ്ടിയായിരിക്കുന്ന സാധനങ്ങള് പിന്നെ മോഷ്ടിക്കാൻ മോഷ്ടാക്കള് നമ്മൾ കിടന്ന് ഉറങ്ങുന്നിടത്ത് ഡീസൽ മോഷണം, ബാറ്ററി ചിലപ്പോൾ അഴിച്ചുകൊണ്ട് പോകും, സ്റ്റെപ്പിനെ അഴിച്ചുകൊണ്ട് പോകും. പിന്നെ ചിലപ്പോൾ വണ്ടിക്കകത്ത് നമ്മുടെ ഫോണ്, പൈസ എല്ലാം എവിടെ ചുറ്റിനും കള്ളന്മാരാണെന്ന് വിചാരിച്ചേ പോകാവുള്ളൂ. ഉള്ളത് തന്നെയാ. അതൊക്കെ ഉണ്ട്. ഇപ്പൊ പിന്നെ പണ്ടത്തെ അപേക്ഷിച്ച് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഈ ഹൈവേകളെല്ലാം നല്ലതായപ്പോ 4 ലൈൻ റോഡുകളല്ലേ, വണ്ടികളെല്ലാം ഒരുവിധം സ്പീഡിൽ പോകും. പിന്നെ ഇവർക്ക് അന്നത്തെ അത്ര ഒരു ഇല്ല എന്റെ ഒരു അഭിപ്രായത്തില്. പണ്ടെന്ന് പറഞ്ഞാൽ വഴി മോശം, പതുക്കെ പതുക്കെ പോകുന്ന വണ്ടിയെ വലിഞ്ഞ് കയറി സൈഡിൽ കൂടെ കയറി വന്നവരെ ഡ്രൈവർമാരെ പിടിച്ച് പോകണം, പൈസയൊക്കെ കൊണ്ടുപോകും. അല്ലെങ്കിൽ വേറെ വണ്ടിയും കൊണ്ട് വന്ന് ബ്ലോക്ക് ചെയ്ത് നിർത്തിയിട്ട് കയറി ഡ്രൈവർമാർക്ക് അടിയും കൊടുത്ത് പോകണം, പൈസയൊക്കെ മേടിച്ചോണ്ട് പോകും. അങ്ങനെയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവം നമ്മുടെ വണ്ടിയുടെ മുകളിൽ അതെ കള്ളം കയറി കേട്ടോ. ഞാനത് വണ്ടിക്കകത്ത് അങ്ങനെ കയറി അങ്ങനെ ഒന്നും ചെയ്തില്ല. പക്ഷെ ഞങ്ങളിങ്ങനെ പോയ സമയത്ത് രാത്രിയില് കള്ളന്മാര് അവരുടെ വണ്ടി സ്ലോ ആയെടുത്ത് മുകളിൽ കള്ളം കയറി പടുതാക്കെ കട്ട് ചെയ്തായിരുന്നു കയറൊക്കെ. അപ്പം ഓടിച്ചിട്ട് അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ പെട്ടെന്ന് ശ്രദ്ധിച്ചു. അപ്പം വണ്ടി ആളെ കേറിയിട്ടുണ്ടെന്ന് തോന്നി. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി വന്ന് കയറും. അതെങ്ങനെയാന്ന് ചോദിച്ചാല് ഇതിപ്പോ നല്ല വഴി, ഇവിടെ വണ്ടി സ്പീഡിൽ പോവായിരിക്കുമല്ലോ. അപ്പം എവിടെയാലും ഇവിടെ ഇച്ചിരി വഴി നടക്കാന്ന് വെച്ചോ, സ്വാഭാവികമായിട്ട് നമ്മൾ അവിടെ വണ്ടി സ്ലോ ചെയ്യുമല്ലോ. സ്ലോ ചെയ്യുന്ന സമയത്ത് ഇവരവിടെ നിന്നിട്ട് കള്ളന്മാര് മുകളിൽ കയറും. മുകളിൽ കയറിയിട്ട് പടുതായും കയറുമൊക്കെ കട്ട് ചെയ്യും. ചേരത്തിലും അല്ല വഴി നടക്കുന്നിടമാണേലും അതവിടെ ഉള്ളവർക്ക് അറിയാലോ ഇവിടെ എല്ലാ വണ്ടി സ്ലോയിലാ പോകുന്നത് എന്ന്. അപ്പം എന്നിട്ട് എന്ത് ചെയ്യുമെന്ന്